Hey guys, welcome to another video of Concept Basket. So, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാൽവിൻ സൈക്കിൾ ആണ് പഠിച്ചത്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് C4 pathway ആണ്. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. എന്തുകൊണ്ടാണ് ഇതിന് C4 pathway എന്ന് പറയുന്നത്? ഏത് തരം ചെടികളിലാണ് നമുക്കിത് കാണാനായിട്ട് പറ്റുക? ഈ സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ C4 pathway എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇനം ചെടികളിലാണ് കാണുന്നത്. ഉദാഹരണം മെയ്സ്, സ്വർഗം എന്നിവ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, അവരുടെ ലീഫ് അനാറ്റമി വളരെ സ്പെഷ്യലാണ്. എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി? നോക്കാം. അവരുടെ വാസ്കുലർ ബണ്ടിൽസ് ഇല്ലേ, സൈലം, ഫ്ലോയം, അതിനൊക്കെ ചുറ്റോരം സെവറൽ ലെയേഴ്സ് ആയിട്ട് കുറച്ച് കോശങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പല ലെയേഴ്സിലായിട്ട് കുറച്ച് സെൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സെൽസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്ലോറോപ്ലാസ്റ്റ് കാണാം. ഇവരുടെ സെൽ വോൾ എന്ന് പറയുന്നത് വളരെ തിക്കാണ് ആൻഡ് ഇസ് ഇംപെർവിയസ് ടു വാട്ട്? ഗ്യാസ് എക്സ്ചേഞ്ച്. ഗ്യാസ് എക്സ്ചേഞ്ച് ഒന്നും അതുകൊണ്ട് തന്നെ നടക്കുന്നില്ല. ഓൾറൈറ്റ്, മൂന്നാമത് പറയുകയാണെങ്കിൽ ഈ കോശങ്ങളൊക്കെ വളരെ ക്ലോസ്ലി ആണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇന്റർസെല്ലുലർ സ്പേസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. കോശങ്ങൾക്കിടയിൽ സ്പേസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ കോശങ്ങളെയാണ് നമ്മൾ ബണ്ടിൽ ഷീറ്റ് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേക അറേഞ്ച്മെന്റ് കാരണം ഇതിനെ നമ്മൾ പറയുന്നത് ക്രാൻസ് അനാറ്റമി എന്നുള്ളതാണ്. പേര് ലീഫ് അനാറ്റമി മാത്രമാണോ അവരുടെ പ്രത്യേകത? അല്ല. ഉയർന്ന താപനിലയിൽ, അതായത് ഹയർ ടെമ്പറേച്ചറിനൊക്കെ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചെറുത്ത് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഹൈ ലൈറ്റ് ഇന്റൻസിറ്റിയിലും അവർക്ക് കിടിലനായിട്ട് വളരാൻ പറ്റുന്നുണ്ട്, കിടിലനായിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഈ ചെടികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇവർക്ക് പ്രൊഡക്ടിവിറ്റി വളരെയധികം കൂടുതലാണ്. സോ ഇതൊക്കെയാണ് C4 പ്ലാന്റ്സിന്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് C4 pathway എന്ന് നമ്മൾ വിളിക്കുന്നത്? കാരണം ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു കാർബൺ ഉള്ള ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് 3 കാർബൺ ഉള്ള ഒരു പ്രത്യേക കോമ്പൗണ്ട് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റിൽ കയറി ചെല്ലുകയും എന്നിട്ടുണ്ടാകുന്ന ഒരു കോമ്പൗണ്ട് 3 കാർബൺ പ്ലസ് 1 കാർബൺ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വൽ ടു 4 കാർബൺ ഉള്ള ഒരു ആസിഡ് ആയിട്ടാണ് മാറുന്നത്. ആൽഡിഹൈഡ് അല്ല, ആസിഡ് ആയിട്ടാണ് മാറുന്നത്. ആ ആസിഡാണ് ഒക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആയതുകൊണ്ടാണ് ഈ 4 കാർബൺ ആസിഡ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? C4 pathway എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ലീഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതലത്തിനോടടുത്ത്, സർഫസിനോടടുത്ത് നമുക്ക് മീസോഫിൽ കോശങ്ങൾ കാണാം. കുറച്ചും കൂടി ഉള്ളിലോട്ട് നമുക്ക് ബണ്ടിൽ ഷീറ്റ് സെൽസ് കാണാം. ഈ മീസോഫിൽ കോശത്തിലും ബണ്ടിൽ ഷീറ്റ് സെൽസിലും ആയിട്ടാണ് നമ്മുടെ C4 pathway നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്നു. മീസോഫിൽ സെല്ലിൽ വെച്ചിട്ട് നമ്മുടെ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റിനെ കണ്ടുമുട്ടുന്നു. ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ഇവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെപ്രാളം കൂട്ടാണ്. ഈ ഒരു എൻസൈമിന് നമ്മൾ സ്നേഹത്തോടു കൂടി പെപ്റ്റേസ് എന്ന് വിളിക്കും. സോ PEPയിലോട്ട് ഒരു കാർബൺ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡ് കയറുന്നു, പെപ്റ്റേസ് അതിലോട്ട് ആക്ട് ചെയ്യുന്നു. ഷടപടയിൽ എന്തുണ്ടാവുകയാണ്? 4 കാർബൺ ഉള്ള ഒക്സാലോ അസറ്റിക് ആസിഡ് ഉണ്ടാവുകയാണ്. ഇൻട്രസ്റ്റിംഗ്. സോ ഇത് നടക്കുന്നത് മീസോഫിൽ കോശത്തിലാണ്. ഇവിടെയുള്ള എൻസൈം ഏതാണ്? പെപ്റ്റേസ്. ശ്രദ്ധയിൽ ഞാൻ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തുന്നു. റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം മീസോഫിൽ കോശത്തിൽ കാണുന്നേ ഇല്ല. ഓൾറൈറ്റ്, ഒരു കോശത്തിൽ ഏതെങ്കിലും ഒന്ന് മതി അല്ലേ? അപ്പോൾ പെപ്റ്റേസ് ഉള്ള കാരണം റുബിസ്കോ നമുക്ക് മൈൻഡ് ആക്കണം. അത് മൂപ്പർ ഇവിടെ കാണാനേ ഇല്ല. മൂപ്പർ എവിടെ ഒളിച്ചു പോയിക്കാണ്, എവിടെ ഒളിച്ചു നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്സാലോ അസറ്റിക് ആസിഡ് പിന്നീട് മാലിക് ആസിഡും അസ്പാർട്ടിക് ആസിഡും ഒക്കെ ആയിട്ട് മാറുകയാണ്. ഓക്കെ, അത് 4 കാർബൺ ഉള്ള ആസിഡ് തന്നെയാ. ഇനിയോ ഈ ആസിഡ് നേരെ നമ്മുടെ ബണ്ടിൽ ഷീറ്റ് കോശത്തിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് എത്തും. മനസ്സിലായില്ലേ? ബണ്ടിൽ ഷീറ്റ് സെല്ലിൻ്റെ ഉള്ളിൽ എത്തിക്കഴിയുമ്പോഴാണ് ഈ 4 കാർബൺ ഉള്ള ആസിഡിൽ നിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ രൂപത്തിൽ പുറത്തോട്ട് പോകുന്നു. പുറത്തോട്ട് പറഞ്ഞാൽ ആ ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകും അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഇറങ്ങി പോകുന്നതിന് ആ ഒരു അവസ്ഥനെ ഡീകാർബോക്സിലേഷൻ എന്ന് നമുക്ക് വിളിക്കാം. അപ്പം ഇറങ്ങിപ്പോയ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കാൻ ആരെങ്കിലും വേണ്ടേ? ബണ്ടിൽ ഷീറ്റ് സെല്ല് പൂർണ്ണ മനസ്സോടു കൂടി റുബിസ്കോനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ കാൽവിൻ സൈക്കിളിലോട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് കയറ്റും. ആ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് ഗ്ലൂക്കോസ് അങ്ങോട്ട് ഉണ്ടാക്കും. സിമ്പിൾ. ഓക്കെ, ചോദ്യം ഇതാണ്. 4 കാർബൺ ഉള്ള ആസിഡിൽ നിന്ന് ഒരു കാർബൺ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കാർബണാ? വെരി സിമ്പിൾ, 3 കാർബൺ.
ഈ 3 കാർബൺ ഉള്ളത് ഏത് രൂപത്തിലുള്ളത്? പൈറുവിക് ആസിഡ് രൂപത്തിലാണ്. ഈ പൈറുവിക് ആസിഡിന് എന്ത് ചെയ്യും? ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ നിന്ന് നേരെ പോകുന്നു നമ്മുടെ മീസോഫിൽ കോശത്തിലോട്ട്. അവിടെ റീജനറേഷൻ എന്ന് പറയുന്ന പ്രക്രിയക്ക് വിധേയമായിട്ട് ഇത് PEP റീജനറേറ്റ് ചെയ്യും, ഫോസ്ഫൈനോൾ പൈറുവേറ്റ് ഉണ്ടാക്കും. സോ ഇതാണ് നമ്മുടെ C4 പാത്വേ. ഇനി നിങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് C4 പ്ലാന്റ്സിൽ C3 പാത്വേ നടക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. ഏത് കോശത്തിൽ വെച്ചാണ് അത് നടക്കുന്നത്? ബണ്ടിൽ ഷീറ്റ് കോശത്തിൽ വെച്ചാണ് നടക്കുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. സിമ്പിൾ. ഇനി അടുത്തത്, മീസോഫിൽ സെല്ലിൽ ഏത് എൻസൈം കാണും, ഏത് എൻസൈം കാണില്ല? പെപ്റ്റേസ് എൻസൈം കാണും, റുബിസ്കോ കാണുന്നില്ല. ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ ഏത് എൻസൈം കാണും, ഏത് എൻസൈം കാണില്ല? റുബിസ്കോ എൻസൈം കാണും, പെപ്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈം ഇല്ല. സോ അടുത്ത കോൺസെപ്റ്റ് ബാസ്കറ്റ് വീഡിയോയിൽ കിടിലൻ കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. Till then, goodbye.